തൊഴിലുറപ്പിൽ അടിപിടി മാറ്റം. എന്നാൽ അതോടൊപ്പം തന്നെ റേഷൻ കടകളിലും ഈ പരിഷ്കാരം കൊണ്ടുവരാൻ ആലോചിക്കുന്നു. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ UIDAI എന്ന് പറയുന്ന നമ്മൾ ആധാർ സംവിധാനങ്ങളൊക്കെ രാജ്യത്ത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം അല്ലെങ്കിൽ സ്ഥാപനം അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പുതിയ ഒരു നിർദ്ദേശമായി വന്നിട്ടുണ്ട്. അത് അവരുടെ നിർദ്ദേശമല്ല. പാർലമെന്ററി അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള KC വേണുഗോപാൽ, നമ്മുടെ കേരളത്തിലെ ആലപ്പുഴ MP ആയിട്ടുള്ള കോൺഗ്രസിൻ്റെ MP ആയിട്ടുള്ള KC വേണുഗോപാലാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ. അദ്ദേഹത്തിൻ്റെ കമ്മിറ്റിയുടെ ഒരു ശുപാർശയാണ്. കാരണം 2018 മുതൽ സുപ്രീം കോടതി തന്നെ പറയുന്നു ആധാർ ഒരു വലിയ രേഖയൊന്നും അല്ല, ബയോമെട്രിക്ക് പലപ്പോഴും അബദ്ധങ്ങൾ പറ്റുന്നു. അപ്പോൾ ബയോമെട്രിക് അബദ്ധങ്ങൾ പറ്റുന്നു, ആധാറും വലിയ രേഖയായിട്ട് എടുക്കുന്നില്ല. അപ്പോൾ പിന്നെ എന്താണ് ഒരു കാര്യം? അതിന് വിമാനത്താവളങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ മുഖം കൂടി അറിയാൻ പല വിമാനത്താവളങ്ങളിൽ കണ്ണ് പരിശോധിക്കും. ഇപ്പോൾ ദുബായിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണാണ് പരിശോധിക്കുക. കാരണം കണ്ണും കൺപീലിയും ഒരാളിനെ പോലെ മറ്റൊരാളിന് ഉണ്ടാവില്ല എന്നാണ്. അപ്പോൾ കണ്ണുകളൊക്കെ പരിശോധിക്കും. അപ്പോൾ അതുപോലെ തന്നെ അതാണ് പ്രധാന പരിശോധന. നമ്മൾ ക്യാമറയുടെ മുമ്പിൽ കണ്ണുകൾ പരിശോധിപ്പിക്കണം. അതുപോലെ തന്നെ മുഖം പരിശോധിപ്പിക്കുന്ന രീതിയുണ്ട്. ഇത് വിമാനത്താവളങ്ങൾ ഇപ്പോൾ തന്നെ ഡിജി ആപ്പ് സംവിധാനം വഴി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സംവിധാനം തൊഴിലുറപ്പിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ തൊഴിലുറപ്പിൻ്റെ അഴിമതികൾ, പല അഴിമതികളും കേൾക്കുന്നു. തൊഴിലുകൾ മാറി ചെയ്യുന്നു, പെട്ടെന്ന് ചെയ്യുന്നില്ല, ആളെ മാറി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ തൊഴിലുറപ്പിലുണ്ട്. ഈ അഴിമതികൾക്കെല്ലാം ഒരു മാറ്റം കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശവുമുണ്ട്. ആളുകൾക്ക് കൂടുതൽ നല്ല സേവനം കൊടുക്കുക എന്നുള്ള രീതിയുമുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മുടെ UIDAIയുടെ ചെയർമാൻ നീൽകാന്ത് മിശ്രയും IT സെക്രട്ടറി S കൃഷ്ണനും ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന ആളുകളിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇനി മുഖം കൂടി കാണിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരും. അപ്പോൾ നമ്മൾ ജോബ് കാർഡിലൊക്കെ ഇതായിട്ട് സെറ്റ് ചെയ്ത് വരുമോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കത് ആപ്പ് വഴി മുഖം കാണിക്കുന്ന രീതി, ഒപ്പിടൽ മാത്രമല്ല മുഖം കൂടി കാണിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. അപ്പോൾ കുറച്ചുകൂടി സുതാര്യമായി കാര്യങ്ങൾ നടക്കും. നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നന്മയിലേക്ക് പോകാനാണ് ശ്രമിക്കേണ്ടത്. ഒരു ഗവൺമെൻറ്, ഏത് ഗവൺമെൻറ്റായാലും, ഇപ്പം നിങ്ങൾ നോക്കൂ, ഇത് BJP ഗവൺമെൻറ്റാണ് ഈ നിയമം കൊണ്ടുവരാൻ പോകുന്നത്. പക്ഷേ ഇതിന് ബോധബലകമായ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് കോൺഗ്രസിൻ്റെ MP ആണ്. അപ്പോൾ ഭരണവ്യവസ്ഥയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും CPM-ഉം BJP ഒന്നുമില്ല. ഭരണവ്യവസ്ഥയിൽ ഫയലുകളാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഫയലുകൾ സംസാരിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ എടുക്കും. അപ്പോൾ ഫീൽഡിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ എത്ര മോശമാണോ അതനുസരിച്ച് പുതിയ കർശനമായ നിയമം വരും. അഴിമതി രാജ്യത്ത് വ്യാപകമായി തൊഴിലുറപ്പിൽ കണ്ടുപിടിച്ചപ്പോഴാണ് ഈ ഫോട്ടോ എടുക്കൽ സംവിധാനം വന്നത്, ഈ ഫീൽഡിൽ നിന്ന് ഒപ്പിടൽ സംവിധാനം വന്നത്, ഈ ബുക്ക് ഒഴിവാക്കിയത്. ആളുകൾ വന്ന് ബുക്കിൽ ഒപ്പിടും, അവർ പോയി വേറെ ജോലി ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടി ഫോട്ടോ ഇടണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം തന്നെ ഈ അത് കേരളത്തിലേക്ക് വേണ്ടി മാത്രമല്ല, രാജ്യത്താകമാനം വരുന്നൊരു നിയമമാണ്. അപ്പോൾ അതുപോലെ തന്നെ ടാഗ് ചെയ്യണമെന്ന് പറഞ്ഞു. ആദ്യം ടാഗ് ചെയ്യണമായിരുന്നില്ല, തൊഴിലുറപ്പിൽ ആദ്യ കാലത്ത് ടാഗ് ചെയ്യുന്ന പ്രശ്നമേ ഇല്ലായിരുന്നു. പക്ഷേ ഒരു കുളം തന്നെ, എനിക്ക് നേരിട്ട് അനുഭവമുണ്ട്, ഞാൻ നേരിട്ടുള്ള അനുഭവമാണ് പറയുന്നത്. ഒരു കുളം തന്നെ ഇറിഗേഷൻകാർ അതിനെ വികസിപ്പിക്കും, അതിൽ പ്രോജക്റ്റ് വയ്ക്കും, മത്സ്യബന്ധുകാർ അതിനകത്ത് പ്രോജക്റ്റ് വയ്ക്കും, പഞ്ചായത്തുകാർ അതിനകത്ത് പ്രോജക്റ്റ് വയ്ക്കും, സ്പോർട്സ് കൗൺസിൽ കൊണ്ടുവന്ന് പ്രോജക്റ്റ് വയ്ക്കും, തൊഴിലുറപ്പുകാർ കൊണ്ടുവന്ന് പ്രോജക്റ്റ് വയ്ക്കും. എല്ലാവരും ഒരു കുളം ഒന്നേ ഉള്ളൂ, സകല പേരും ഓരോ വർഷവും ഫോട്ടോ എടുത്ത് പോകും. ഇതൊക്കെ പിടിക്കപ്പെട്ടു. അങ്ങനെ വ്യാപകമായ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിയമങ്ങൾ ഓരോന്നായി കർശനം. നമ്മളും അങ്ങനെയാണല്ലോ, വീട്ടിൽ കുഞ്ഞുങ്ങളുടെ കാര്യം തന്നെ എടുത്തോളൂ, അവർക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുന്നതനുസരിച്ച് അവർ ദുർവിനിയോഗം ചെയ്താൽ നമ്മൾ ടൈറ്റ് ചെയ്യും. അപ്പോൾ സർക്കാർ സംവിധാനം അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ല അത് ഒരു വേറൊരു രീതി എന്നുള്ള റോബോട്ട് സംവിധാനമൊന്നുമല്ല. നാട്ടിലൊരു പ്രോജക്റ്റ് വരും, പ്രോജക്റ്റ് വരുമ്പോൾ വളരെ ലൂസായിരിക്കും നിയമങ്ങളൊക്കെ. അത് പിന്നെ ജനങ്ങളൊക്കെ ചെയ്ത് കള്ളത്തരം വരുമ്പോഴാണ് ഇത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ഇപ്പോൾ എന്തായാലും അടിമുടി മാറുകയാണ് തൊഴിലുറപ്പ്. ഈ മാറ്റം ഞാനീ പറഞ്ഞ പോലെ മുഖം കാണിക്കേണ്ടി വരും തൊഴിലുറപ്പിൽ ഇനിയിപ്പോൾ വരുന്ന തൊഴിലാളികൾ. അതുപോലെ തന്നെ മേറ്റുമാരുടെ നിയമനത്തിൽ ഒരു വലിയ പൊളിച്ചെഴുത്ത് ആവശ്യമുണ്ട്. അത് ആവശ്യമുള്ള ഇതാണ്, ഈ കുടുംബശ്രീയുമായി ഇതിനെ ബന്ധിപ്പിച്ച് ADS CDSകാർ പറഞ്ഞാൽ മാത്രമേ മേറ്റാകാൻ കഴിയൂ എന്നുള്ള ആ നിയമം മാറ്റേണ്ട സമയം കഴിഞ്ഞു. അതിന് വേറൊരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ മേറ്റായിട്ട് അപ്ലൈ ചെയ്യാൻ ഇപ്പോൾ ഒരു 20 തൊഴിലാളികളുണ്ട്, ഒരു മേറ്റാണല്ലോ. ചില പഞ്ചായത്തുകൾ അത് നിയമവിരുദ്ധമായി 30 തൊഴിലാളികൾക്കെന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. കാര്യം മേറ്റ് ലീവ് എടുത്താൽ പിന്നെ 20 തൊഴിലാളികളുടെ ദിനം കിട്ടൂലല്ലോ എന്നൊക്കെ പറഞ്ഞാണ് ചെയ്തിരിക്കുന്നത്. എന്തായിക്കോട്ടെ, 20 30 എന്തായാലും മേറ്റുമാരാവാൻ താല്പര്യമുള്ളവരുടെ ആപ്ലിക്കേഷൻ പഞ്ചായത്തിൽ വാങ്ങുകയും അത് റൊട്ടേഷൻ അനുസരിച്ച് ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും അത് വളരെ സുതാര്യമായൊരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും ചെയ്തുകൊണ്ട്, ചില സ്ഥലത്താണെങ്കിൽ SSLC പാസ്സായാലേ എടുക്കുള്ളൂ എന്ന് പറയും. ചിലർ പറയും SSLC പാസ്സായില്ലെങ്കിലും പാർട്ടിയിൽ ബന്ധമുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് വെച്ച് എടുക്കുമെന്ന് പറയും. ചില സ്ഥലത്ത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും SSLC ഇല്ലെങ്കിൽ എടുക്കുന്നില്ല. ചിലയിടത്താണെങ്കിൽ SSLC ഉണ്ടെങ്കിൽ എടുക്കും, ചിലയിടത്ത് എക്സ്പീരിയൻസ് വെച്ചെടുക്കും, ചിലയിടത്ത് രണ്ടും. പല
അഴിമതിയാണ്, വലിയ അഴിമതിയാണ് ആ ഭാഗത്തൊക്കെ നടക്കുന്നത് എന്നാണ് പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിലും ഒരു സുതാര്യത കൊണ്ടുവരാനുള്ള ഒരു പരിപാടി നടക്കട്ടെ. കാര്യങ്ങൾ സുതാര്യമാകട്ടെ. ജനങ്ങളുടെ പണമാണിത്. ഈ നാട്ടിലെ ആളുകൾക്ക് വീട് കൊടുക്കാൻ, കക്കൂസ് കൊടുക്കാൻ, ഇലക്ട്രിസിറ്റി കൊടുക്കാൻ, ഫുഡ് കൊടുക്കാൻ, ആരോഗ്യത്തിന് കൊടുക്കാനൊക്കെ ഉള്ള പണം കൂടിയാണ് തൊഴിലുറപ്പുകാർ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അവർക്കത് കൊടുക്കണം. അത് വലിയൊരു സേവനമാണ് ഗവൺമെൻറ്റുകൾ ചെയ്യുന്നത്. അത് UP ഗവൺമെൻറ് തുടങ്ങി, ഈ ഗവൺമെൻറ് കൊണ്ടുപോകുന്നു. അത് വളരെ വലിയ സേവനമാണ്. തൊഴിൽ അവകാശമായിട്ടാണ് പറയുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കെല്ലാം വലിയ സഹായമാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി. അതുകൊണ്ട് തന്നെ അത് അനുസ്യൂതം തുടരട്ടെ. അപ്പോഴും കള്ളന്മാരെ നമുക്ക് പിടിക്കണം. 5 കള്ളന്മാരായിരിക്കും 5000 പേരുള്ള സംവിധാനത്തെ തകർക്കുന്നത്. കള്ളന്മാരെ പിടിച്ച് പുറത്ത് കളയണം. അതിനുള്ള പരിപാടികൾ വരട്ടെ. തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ 2 കാര്യം, ഇപ്പോൾ ഒരു കാര്യം വന്നു, ഇനി ഒരു കാര്യം കൂടെ വരാനുണ്ട്. വന്ന കാര്യം മുഖം കാണിക്കുവാനുള്ള സംവിധാനം ഈ അതിൻ്റെ മൊബൈൽ ആപ്പും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പോൾ അടിമുടി തൊഴിലുറപ്പ് മാറുകയാണ്. അതുപോലെ റേഷൻ കടയിലേക്കും ഇത് കൊണ്ടുവരാൻ ആലോചിക്കുന്നു. അത് വരുന്നുണ്ട്. അതുപോലെ മേറ്റുമാരുടെ കാര്യത്തിലും പുതിയ നിയമം വരും എന്ന് നമുക്ക് കാക്ഷിക്കാം, അല്ലെങ്കിൽ ആഗ്രഹിക്കാം. അങ്ങനെ വളരെ സുതാര്യമായി, വളരെ ചടുലമായി, പ്രൊഫഷണലായി തൊഴിലുറപ്പ് പദ്ധതി മാറട്ടെ.